ബിസിനസ് കോക്ക്, പെണ്ണും പൊറാട്ടും. ഡയറക്ടർ രാജേഷ് മാധവൻ, ആക്ടർ കൂടിയായിട്ടുള്ള രാജേഷ് മാധവൻ ഫ്രം കാസർഗോഡ് യൂണിവേഴ്സിറ്റിയിലെ യൂണിവേഴ്സ്. എന്തായാലും നിങ്ങൾ വന്ന സ്കൂൾ വെറുതെ ഇല്ല. അന്യ മേക്കിംഗ്, അതായത് ഒരു ഡയറക്ടറുടെ സിനിമ, കയ്യൊപ്പ് പറഞ്ഞിട്ടുള്ള സിനിമ. ഈക്വൽ അപ്രീഷിയേഷൻ ഡിസേർവ്സ് ടു ദ റൈറ്റർ രവിശങ്കർ. നല്ല മൾട്ടി ലെയർഡ് റൈറ്റിംഗ്, ഒരുപാട്, അതായത് ഇതിന് തുടക്കത്തിൽ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് അബൌട്ട് റെഫ്യൂജീസ്. അത് ഒരു ആനിമലായിട്ട് ആനിമൽസായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പടം അവസാനിക്കുന്നത്. ദാറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ ടു വാച്ച്. സന്തോഷ് ടി കുരുവിളയാണ് പ്രൊഡ്യൂസർ, അദ്ദേഹമാണ് ബ്രാൻഡ്. വേറെ 2 പ്രൊഡ്യൂസേഴ്സ് കൂടെ ഉണ്ട്. DOP സബിൻ ഉരുളിക്കണ്ടി, എഡിറ്റർ ചമൻ ചാക്കോ. അതായത് ഈ പടം ഭയങ്കര റിയലിസ്റ്റിക് അപ്രോച്ചാണ്, ഭയങ്കര റോ ആണ്. ബട്ട് ദ സെയിം ടൈം ഇതിൽ കുറേ പരിപാടികൾ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്, ഭയങ്കര സിനിമാറ്റിക് ആയിട്ടുള്ള പരിപാടികൾ. അതിലിവർ 2 പേരും, DOPയും എഡിറ്ററും. ചമൻ ചാക്കോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പല ഇതിലൊരു ഡോഗ് ഉണ്ട്, ആ ഡോഗിൻ്റെ POVയിൽ കാണിക്കുന്ന സീൻസൊക്കെ എഡിറ്റ് ചെയ്ത്, അതുപോലെ ഇൻറ്റീരിയർ സീൻസ്, ഈ ചെറിയ വീടിനകത്തുനിന്ന് കുറേ ആൾക്കൂട്ടമൊക്കെ നിൽക്കണത്, അവരുടെ സാധനങ്ങളൊക്കെ ഉണ്ട് മാറി മാറി ഇങ്ങനെ പോണത്, ട്രാൻസിഷനൊക്കെ, അതൊക്കെ കിഡുമായിട്ട് ചമൻ ചാക്കോ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രൊഡക്ഷൻ ഡിസൈനറുടെ പേര് എടുത്തു പറയണം, വിനോദ് പട്ടൻകടവ്. അതായത് ഇതൊരു ഡ്രാമ സ്കൂൾ, അതുപോലെ തന്നെ സ്റ്റേജ് പരിപാടി ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ ഈ സ്കൂൾ നാടകങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഈ ചെറിയ ചെറിയ പ്രോപ്പർട്ടീസ്, ഡിവൈസസ് യൂസ് ചെയ്തുകൊണ്ട് ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള, ഈസ്തറ്റിക് ആയിട്ടുള്ള, ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ ആർട്ടിൽ സെറ്റ് ചെയ്ത് വെക്കുന്ന പരിപാടിയുണ്ട്. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇതിൽ ത്രൂ ഔട്ട് ഉണ്ട്. അത് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാലേ നമുക്ക് ശ്രദ്ധയിൽപ്പെടുള്ളൂ. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓഫ്കോഴ്സ് ഡയറക്ടറുടെ മെടുക്കാണ്, എങ്കിലും അത് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല സെറ്റായിട്ടാണ്. സിങ് സൗണ്ട് ആൻഡ് മിക്സിങ് ശ്രീനിവാസനാണ്. സിങ് സൗണ്ടിൻ്റെ എല്ലാ ഇതും ഉപയോഗപ്പെടുത്തിയത്, കാരണം ക്യാരക്ടേഴ്സ് അത്രയും റോ ആയിട്ട് നാച്ചുറലായിട്ട് റെൻഡർ ചെയ്യാണ്. അപ്പോൾ അത് സിങ് സൗണ്ട് തന്നെ വേണം, എന്നാലാണ് ആ പരിപാടി കറക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. സൗണ്ട് മിക്സിങ് വിപിൻ നായർ. ഇതിലൊരു ഡോഗി എന്ന് പറഞ്ഞില്ല, അതിൻ്റെ ഓണറും ട്രെയിനറും ഉണ്ണി വൈക്കം എന്ന് പറഞ്ഞ ആളാണ്. ആ ഡോഗി വളരെ നാച്ചുറലായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടൈറ്റിൽ ചെയ്തതിന് രവിശങ്കറാണ്. ഇതിൻ്റെ ടൈറ്റിൽ പ്രസൻറ്റ് ചെയ്ത രീതി ദാറ്റ് വാസ് ഓസം. അതായത് തുടക്കത്തിൽ സീനുണ്ട്, അത് സുഭാഷ് ചന്ദ്രനാണെന്ന് തോന്നുന്നു ആ സീനിൽ വരുന്നത്, നമ്മളെ നോവലിസ്റ്റ് ഐ ഗസ് സോ. അപ്പോൾ ആ ഒരു സീക്വൻസ് കഴിഞ്ഞ് കുറച്ച് ആയുധങ്ങളൊക്കെ എറിഞ്ഞ് അതിൽ നിന്ന് ടൈറ്റിൽ കാണിച്ചപ്പോഴുള്ള ഒരു സാധനമില്ലേ, ദാറ്റ് വാസ് ഹെവി. സോ ഇതൊരു പാലക്കാട് ഉള്ള ഒരു ഗ്രാമമായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു യൂണിവേഴ്സ്. പട്ടട ഗ്രാമം എന്ന് പറഞ്ഞിട്ട് ഒരു ഇമാജിനറി പട്ടട ഗ്രാമം. അവിടെ സംസാരം ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ക്ലബ്ബ്, അവിടെ കുറേ ചെറുപ്പക്കാർ, പിന്നെ ഒരു മാഷ്. ഷനോജ് ആളനല്ലൂറാണ് അത് ചെയ്തിരിക്കുന്ന കഥാപാത്രം. പുള്ളി ത്രൂ ഔട്ട് കഥാപാത്രം പിടിച്ചിട്ട് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ദിനേശ് പീപ്പോ ചെയ്ത ഒരു കഥാപാത്രം, ഒരു ലോക്കൽ ബോയ്, തീരെ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത. അപ്പോൾ ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തീരെ എഡ്യൂക്കേറ്റഡ് അല്ല, ഇംഗ്ലീഷ് അറിയില്ല എന്ന് പുള്ളിയുടെ കഥാപാത്രം തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. ഒരു എന്തോ സ്റ്റാറ്റസ് എന്തോ വായിച്ചിട്ട്. മറ്റേ റീന രാധാകൃഷ്ണൻ അറിയാലോ, അദ്ദേഹത്തിൻ്റെ സന്തോഷ് മാധവൻ്റെ സ്ഥിരം നായിക. പുള്ളിക്കാർ ഇതിൽ ഒരു ഭയങ്കര ബോൾഡായിട്ടുള്ള റോൾ ചെയ്തേക്കുന്നത്. അപ്പം അങ്ങനെ ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയുകയും അതിന് കോൺട്രഡിക്ടറി ആയിട്ട് ത്രൂ ഔട്ട് ഇദ്ദേഹം ഈ ദിനേശ് പീപ്പോ ചെയ്ത കഥാപാത്രം ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടിരിക്കുക. വെൽക്കം ഹോം എന്നൊക്കെ പറയാം. വെൽക്കം ടു ഹോം എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് മനസ്സിലാക്കാം, ഇയാൾ അറിയാണ്ട് പറയുന്നതാണ്. ഇത് വെൽക്കം ഹോം, പൊസസീവ്നെസ് ആണോ, കീപ്പ് ഇറ്റ് സേഫ്, ഇങ്ങനെയൊക്കെ പുള്ളി പറയാം. അതായത് ഇത് കറക്റ്റായിട്ട് ഫ്രേസസും കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് അറിയില്ല. അത് ഇവരെ റൈറ്റിങ്ങിൻ്റെ ഒരു സംഭവമാണ്. ഇവർ പലപ്പോഴും എഴുതുമ്പോൾ ക്യാരക്ടർ മറന്നു പോകാം. അതായത് ക്യാരക്ടർ ഇംഗ്ലീഷ് അറിയില്ല മറന്നുപോയിട്ട് ഈ ഒരു സീനൊന്ന് ഇത്തരത്തിലുള്ള ഈ ലാംഗ്വേജസും ഇംഗ്ലീഷിലെ ഡിക്ഷൻസ് യൂസ് ചെയ്ത് പറയുമ്പോൾ ഉണ്ടാവുന്ന, അപ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കോമഡി ഉണ്ട്. അത് പൊതുവിൽ ഈ ബാലകൃഷ്ണ പൊതുവാളുടെ കോമഡി സോഡിൻ്റെ പടത്തിലൊക്കെ സ്ഥിരമായിട്ട് വരുന്ന സാധനമാണ്. പക്ഷേ ആ ക്യാരക്ടറിന് അത് പറയാൻ പറ്റൂല. കാരണം അത് പറയാൻ പറ്റുമെങ്കിൽ ഇത് ഇത്രയും മരമണ്ടനായിട്ടുള്ള എഡ്യൂക്കേറ്റഡ് അല്ലാത്തൊരു ചങ്ങായി ഇങ്ങനെ നിരന്തരം പറയും. രാജേഷ് മാധവൻ്റെ മിക്ക പടങ്ങളും ഉണ്ടാവാറുണ്ട്. രാജേഷ് മാധവൻ തന്നെ ഇതിൽ അവസാനം പറയുന്നുണ്ട്, ഞാൻ ഹാഫ് ടൈമിലാണ് ജോയിൻ ചെയ്തത്, എനിക്ക് സ്ട്രാറ്റജിക്കൽ അനാലിസിസ് നടത്താൻ പറ്റില്ല. ഇപ്പോൾ രാജേഷ് മാധവൻ്റെ ഇതിലെ ഒരു കഥാപാത്രം പറയാം സ്ട്രാറ്റജിക്കൽ അനാലിസിസ് എന്നൊക്കെ. അത് കേൾക്കുമ്പോൾ രസമാണ്, ഐ ഓൾസോ എൻജോയ് ദാറ്റ്. ബട്ട് ക്യാരക്ടറിൻ്റെ ഭാഗത്ത് നോക്കുന്ന സമയത്ത് ദാറ്റ് ഈസ് നോട്ട് ഫീസിബിൾ. റീന രാധാകൃഷ്ണൻ്റെ കഥാപാത്രം ത്രൂ ഔട്ട് ഇല്ലെങ്കിലും അവരുടെ ക്യാരക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇതിൽ ഈ പെണ്ണും പൊറോട്ട എന്ന് പറയുന്നതിൽ പെണ്ണ് ഇവരാണ്. പൊറോട്ട അറിയാലോ, പൊറോട്ട നാടകം. അപ്പോൾ അവരുടെ ക്യാരക്ടർ ഭയങ്കര ബോൾഡാണ്,
അവരില്ലാത്ത സമയത്ത് പോലും അവരെ ചുറ്റിപ്പറ്റിയാണ് ഇത് കഥ നടക്കുന്നത്. അവർ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ആസ് ഓൾവേസ്. അക്ഷയ വിജയകുമാർ ചെയ്ത കഥാപാത്രം അതെനിക്ക് ഭയങ്കര വെറുപ്പി കഥാപാത്രമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ഭയങ്കര എക്സ്പ്രസീവായിട്ടുള്ള അങ്ങനെ ഒരു കണ്ണാടിയുടെ മുമ്പിലുള്ള സീനൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര വെറുപ്പിക്കലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിലൊരു ഭയങ്കര റോ ആയിട്ടുള്ള ലേഡി ഉണ്ട്, ഒരു പാലക്കാടുള്ള ഒരു പക്കാ തള്ള. ഇവർ സംസാരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കാര്യം സംസാരിക്കുക, ഭയങ്കര ഡോമിനൻ്റ് ക്യാരക്ടറുള്ള ഭർത്താവിനെയൊക്കെ ചീത്ത വിളിക്കുന്ന, മക്കളെ ചീത്ത വിളിക്കുന്ന. അപ്പോൾ അവരുടെ ഫസ്റ്റ് ഹാഫിൽ കുറേ സീൻസൊക്കെ എനിക്ക് അസഹനീയമായിരുന്നു. അസഹനീയൻ്റെ അരോചകം. അതായത് പടത്തിലെ എല്ലാ റോ ക്യാരക്ടേഴ്സും റോ ലാംഗ്വേജും പറയുന്ന കാര്യങ്ങളും കാണിക്കുന്ന സീൻസൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇത് ചില സീൻസിൽ എനിക്ക് ഭയങ്കര അരോചകമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ ചില സീൻസ് ഉണ്ട്, ചാണകം വരുന്നത്, വേറൊരു സ്ത്രീ അവരതിലും വലിയ വെറുപ്പിക്കില്ല. അതായത് ബിരിയാണി കഴിച്ചിട്ട് തൊണ്ടയിൽ കയറിയിട്ട് അത് ഛർദ്ദിച്ച് കാണിക്കുക, അത് ഇറ്റ് വാസ് ഡിസ്ഗസ്റ്റിങ്. അത് അങ്ങനെ ആളുകൾ ചെയ്യില്ല എന്ന് അങ്ങനത്തെ റിയൽ ലൈഫിലാണ്. പക്ഷേ റിയൽ ലൈഫിൽ എല്ലാ കാര്യം അങ്ങനെ പച്ചയ്ക്ക് കാണിക്കുമ്പോൾ എല്ലാവർക്കും അത് ഡൈജസ്റ്റ് ആവുമല്ലോ. എനിക്കത് ഭയങ്കര ഡിസ്ഗസ്റ്റിംഗ് ആയിരുന്നു അങ്ങനെ കാണിച്ചത്. അത് സിനിമ ഇത്തരത്തിലുള്ള ഒരു സ്റ്റെഫാണല്ലോ, ഒരു ഫെസ്റ്റിവൽ സ്റ്റെഫാണല്ലോ, അപ്പോൾ അങ്ങനെ കാണിക്കാം. പക്ഷേ അത് എനിക്ക് ഡിസ്ഗസ്റ്റിംഗ് ആയിരുന്നു. അങ്ങനെ കുറേ സമയം കുറച്ച് വെറുപ്പിക്കലുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് പടം വീണ്ടും ഓണായി. ഇതിൽ ശരിക്കും പെണ്ണും പൊറാട്ടും എന്ന് പറഞ്ഞാൽ ആ ഒരു തീമാറ്റിക് സാധനത്തിൻ്റെ ഹാർട്ട് ഓഫ് ദ മാറ്ററിലേക്ക് വന്നപ്പോഴേക്കും പിന്നെ പടം ഹൈ ആയി. പിന്നെ ഒരു സെക്കൻഡ് ഹാഫിലൊക്കെ ഫുൾ കയോസാണ്. പിന്നെ ഓൾറെഡി ഈ ഡോഗിൻ്റെ ഒരു സിനാരിയോ ആ ഒരു ലെയർ പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ പറയാം, ഈ റൈറ്റിങ്ങിൽ തന്നെ മൾട്ടി ലെയർഡാണ്. പിന്നെ കുറേ കഥാപാത്രങ്ങളും അവരുടെ വേരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻസും ഒരേ സമയം പോകുന്നുണ്ട്. സതീഷ് പുളിക്ക ചെയ്ത കഥാപാത്രം പുള്ളി നല്ല നാച്ചുറലാണ്. അതുപോലെ തന്നെ മനോജ് കുമാരൻ എനിക്ക് കണ്ടപ്പോൾ കറക്റ്റ് ഡാഡിഗിരിജയെ പോലെ തോന്നി. അങ്ങനെ ഒരു കഥാപാത്രം, ഒരു വൈദ്യരായിട്ട് അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ഞാൻ പറഞ്ഞു നേരത്തെ വെറുപ്പിച്ചിട്ടുള്ള പാലക്കാട്ടുള്ള ഈ തള്ള കഥാപാത്രം പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും അവരും ഗംഭീര പെർഫോമൻസ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വേറെ സ്ത്രീയുണ്ട്, അവരും പെർഫോമൻസ്. ലാസ്റ്റ് ഇതൊരു കയോട്ടിക് സാധനം ഉണ്ടല്ലോ, എല്ലാം കൂടി ചേർന്ന് അപ്പുറം പട്ടി ഓടുന്നു, ഇപ്പുറം പെണ്ണും പൊറാട്ടും, അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ട് ഒരു ഹൈ സാധനമാണ് പിന്നീട് സംഭവിക്കുന്നത്. ലാസ്റ്റ് ഇതിൽ ഭയങ്കര സർക്കാസ്റ്റിക്കുള്ള സാധനങ്ങളുണ്ട്. പെണ്ണിന് പകരം ഒരു വാഴക്കൊമ്പലോ ഒരു വാഴക്കന്ന് എടുത്ത് വെച്ചത്, കുമ്പളങ്ങ വെച്ചത്. അതായത് ഒരേ സമയം ഈ സൊസൈറ്റിയിലുള്ള പല സിസ്റ്റത്തെയും അങ്ങ് അടച്ച് ട്രോളുകയാണ്. അതേസമയം അതിൽ പിന്നെ കോമഡിയുണ്ട്, സർക്കാസ്റ്റിക്കായിട്ടുള്ള സാധനങ്ങളുണ്ട്, അങ്ങനത്തെ ഡയലോഗ്സ് ഉണ്ട്, അങ്ങനത്തെ കഥാപാത്രങ്ങളെല്ലാം കൂടെ വന്നിട്ട് അവസാനം ഇതിനെ ഏറ്റവും ഗംഭീരമാക്കി മാറ്റുന്ന ഈ സിനിമയെ ആ ഡോഗിൻ്റെ ആ ഒരു POVയും ഈ ആനിമൽസിൻ്റെ POVയും ആനിമൽസും മനുഷ്യനും ഈ റെഫ്യൂജീസും ഒക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ലെയർ കൂടെ വന്നോടെ പടം അങ്ങോട്ട് മൾട്ടി ലെയർഡ് സെറ്റായി. ക്ലൈമാക്സ് കൊണ്ടെത്തിക്കുന്നതും അതിൽ തന്നെയാണ്. അവിടെയാണ് അതിൻ്റെ ബ്യൂട്ടി. അതാണ് തുറക്കുന്നത് പറഞ്ഞത്. അവിടെ എത്തിയിട്ട് അതും കാണുമ്പോൾ ഭയങ്കര എന്തോ ഒരു ഗുഡ് എർത്ത് എന്നെല്ലാം പറയും നമ്മൾ. ഭൂമി ഇങ്ങനെ കിടക്കുക, അപ്പോൾ അവിടെ മനുഷ്യർ, മൃഗങ്ങൾ. അപ്പോൾ അതിൽ ടൊവിനോ ആണ് ഒരു മെയിൻ ഡോഗിക്ക് സൗണ്ട് കൊടുത്ത്. ലാസ്റ്റ് ഓഫ് കോഴ്സ് ബേസിൽ ടൊവിനോ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കമൻ്റ് ഇടാൻ വരുന്ന പോലെ ബേസിൽ വരുമല്ലോ, അതുപോലെ ബേസിൽ ഒരു ഡോഗിക്ക് സൗണ്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓവറോൾ ഇതൊരു ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള സിനിമയാണ്, ഭയങ്കര ഈസ്തറ്റിക് ആയിട്ടുള്ള, ഭയങ്കര ആർട്ടിസ്റ്റിക് വാല്യൂ ഉള്ള ഒരു സിനിമയാണ്. അതേസമയം ഇത് എക്സ്ട്രീംലി റോ എന്ന സമയത്ത് ഉണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചില സീൻസ്, ചില പരിപാടികൾ, ഇപ്പോൾ ചാണകത്തിൽ കൈകുത്തിയിട്ട് പിന്നെ താറാവിൻ്റെ പിന്നെ തൂവൽ തുടയ്ക്കുന്നത്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ അത് നെഗ്ലിജിബിളാണ്. അതൊക്കെ ഇതിൻ്റെ സിനിമയുടെ റോനെസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. ബട്ട് ഓവറോൾ ഒരു സിനിമാറ്റിക് വർക്ക് എന്ന നിലയ്ക്ക് ഒരു ആർട്ട് ഫോം എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം എന്ന് കൃത്യമായിട്ട് ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് രാജേഷ് മാധവൻ കാണിച്ചു തന്നിട്ടുണ്ട്. അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് കേക്ക് ഫോർ ഹിം. പുള്ളി സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ്. കുറച്ച് സീൻസിലേ ഉള്ളൂ ടുവേർഡ്സ് ക്ലൈമാക്സ് പുള്ളി വരും. ദാറ്റ്സ് ഓൾ അബൌട്ട് പൊണ്ണും പൊറാട്ടും.